ഓഡിഷന് പോയി. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാണ്. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്റെ കുട്ടികള് സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള നിശ്ചയങ്ങളുണ്ട്. അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ കാലത്തിന് ശേഷം അപ്പോ സിനിമയിൽ അഭിനയിക്കാൻ ഒരു തോന്നി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാണ്. അതുപോലെ തന്നെ അപ്പൂ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് ബെസ്റ്റ് ആക്ടറായി. അതുപോലെ അപ്പോൾ ബെസ്റ്റ് ആക്ടർ. ഞാൻ സ്കൂളിലെ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു, ബെസ്റ്റ് ആക്ട്രസ്. അപ്പം ഇത് ഇങ്ങനെയാണ്. ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ നടനായിരുന്നോ എന്നൊക്കെ അഭിനയിച്ച ഒരാളല്ല. ഒരു കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്ന് എന്നെ എൻ്റെ കൂടെ താഴ്ന്നിരിക്കുന്ന വിഷയത്തെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയത്. ഇത്ര നടക്കുന്നതാണ് 48 ദിവസം. അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും, ഒരു നിശ്ചയം. ഈ നിശ്ചയം എന്താണെന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയമാണ്. വിസ്മയമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കാണുന്നത്. ആക്സിഡന്റ് മായും അതുപോലെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരാഗ്രഹം പറഞ്ഞു. ആഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും. സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യക്കാരനായിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഹൗസുണ്ട്. ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ആന്റണി പെരുമ്പാവൂരുണ്ട്, വലിയ സപ്പോർട്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. പാലാകുട്ടി അഭിനയിക്കാൻ. അതിന്റെ പേര് തന്നെ തുടക്കം എന്നാണ്. ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല. എല്ലാവർക്കും അറിയാം. അതിനെ ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽ വഴി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവും. അതിലെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ co-stars, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നിൽക്കുന്നത്, എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ഒരു വലിയ ഒരു കോൺഗ്രസ്, ഒരു സംഘത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. ഇപ്പൊ നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടണം, നല്ല സബ്ജക്റ്റുകൾ കിട്ടണം, നല്ല ലീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാകണം. അപ്പൊ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് അപ്പൂവിന്റെ ഒരു സിനിമ ഇന്ന് റിലീസാകുന്നത്. അപ്പൊ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിൽ ഞാൻ അവർ രണ്ടുപേരെയും ആശംസിക്കുന്ന, അഭിനന്ദിക്കുന്ന സ്നേഹപൂർവ്വം. പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എന്താ പറയാം. ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണം. ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. they have to prove, അല്ലെ? അവരിതിനെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാം. അതുകൊണ്ടായിരിക്കാം ആദ്യം ഒരു സിനിമ അപ്പോയിട്ട് വെച്ച് ആന്റണി എടുക്കാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെയാണ് തുടക്കം. എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ നന്ദി പറയുന്നു. ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. മറ്റാരുമല്ല, ആന്റണിയുടെ മകനാണ്. മകനെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി ഞാൻ പറയുന്നത്. ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ്. ഇതിലൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ചോദിച്ചു. വേറെ ഒരു സിനിമയിൽ, കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റോള് അഭിനയിച്ചിട്ടുണ്ട്. മോനിപ്പം ദുബായിലാണ്. അവിടെയാണ്. വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ, നല്ല മാർഷൽ ആർട്ട് ഒക്കെ ചെയ്യുന്ന ആളാണ്. വെരി നൈസ് പേഴ്സൺ. അപ്പൊ അതിന് ഒരുപാട് ക്വാളിറ്റീസ് ആണ്. ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല, ഇതും കൂടെ അതിന് ആഡഡ് അട്രാക്ഷൻ ആണ്. അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പൊ ആന്റണി പറഞ്ഞ സാർ ഇത് അറിയിക്കണം. നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം. കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ. പിന്നെ ആന്റണിക്കും അതിന്റെ ഒരു അഭിമാനം ഉണ്ട്. വളരെ രണ്ടുപേരും ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം മൈ ഫാമിലി, ഫ്രറ്റേണിറ്റി. എല്ലാ ഈശ്വരന്റെ സഹായം ഉണ്ടാകട്ടെ, ഭാഗ്യം ഉണ്ടാകട്ടെ, നല്ല കൊളീഗ്സ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി. ആന്റണി രണ്ട് വാക്ക് സംസാരിക്കാൻ